നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ട്. ജീവിതത്തിന്റെ, മനുഷ്യരാശിയുടെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പർപ്പസ് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. പറയുന്നത് എങ്ങനെയാണ്? ലൈഫ് പർപ്പസ് ഇസ് കംഫർട്ട് ആസ് ആൾ എക്സിസ്റ്റൻസ് നാച്ചുറലി ഫ്ലോസ് ടുവേർഡ്സ് ഗ്രേറ്റർ ഹാർമണി ആൻഡ് ഈസ്. ജീവിത ഉദ്ദേശ്യം സൗകര്യമാണ്. ജീവിതത്തിന്റെ അടിസ്ഥാന പ്രേരണ സുഖവും സൗകര്യവുമാണ്. ശരീരം, അവയവങ്ങൾ, കോശങ്ങൾ, മനുഷ്യൻ, പ്രകൃതി എന്നിവയെല്ലാം അസൗകര്യത്തിൽ നിന്നും കൂടുതൽ സൗകര്യത്തിലേക്കുള്ള ഒരു നിരന്തര ക്രമമാറ്റത്തിലാണ്. ഓരോ സത്തയും മറ്റൊരു വലിയ സത്തയുടെ ഭാഗമായിരിക്കുന്നതിനാൽ അവയുടെ ധർമ്മം പരസ്പര സുഖത്തിനും സമന്വയത്തിനുമായി പ്രവർത്തിക്കലാണ്. ഈ സുഖാന്വേഷണവും ധർമ്മപൂർണവുമാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മൾ ഈ ലീസ്റ്റ് എഫേർട്ടിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ച ജീവൻ, അതിനെ നമ്മൾ ദൈവീകത എന്ന് വിളിക്കുമെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ ശരീരത്തിലുള്ള ജീവന്റെ വലിയൊരു രൂപമാണ് അധി എന്ന് വെച്ചാൽ ഉപരിയായ ജീവൻ. ഉപരിയായ ജീവൻ എന്ന് പറയുന്നത് പ്രകൃതിയും പ്രപഞ്ചത്തെയും മുഴുവൻ സ്വയം പ്രവർത്തിപ്പിക്കുന്ന ആ സംവിധാനം. ഈ സംവിധാനം യഥാർത്ഥത്തിൽ എന്തിനെയാണ് ലക്ഷ്യമാക്കുന്നത്? ജീവൻ യഥാർത്ഥത്തിൽ എന്തിനെയാണ് ലക്ഷ്യമാക്കുന്നത്? ആ ജീവൻ ഏറ്റവും മിതമായ പരിശ്രമം നടത്തി കാര്യങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുന്നത് എവിടെയാണ്? ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും ഈ പരിശ്രമങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്ന ജീവൻ തന്നെ കഠിന പരിശ്രമങ്ങൾ ചെയ്യിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു പോകുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ജീവൻ എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുക്കൾ എന്നുള്ള രീതിയിലും കൂടെ എടുക്കുക. എല്ലാ ജീവനും സുഖം തേടും, അല്ലെ? നമുക്ക് സുഖം താല്പര്യമുള്ളതാണ്, സുഖകരമായി ഇരിക്കാനാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ നാളെയെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുകയോ നാളെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ അതിനുവേണ്ടി ഇന്നത്തെ സുഖം നഷ്ടപ്പെടുത്തി നാളത്തെ സുഖത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സ്വഭാവം കൂടെയുണ്ട്. ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. എന്താണെങ്കിലും സുഖമാണ് നമ്മുടെ കാംക്ഷ. എല്ലാ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ പ്രവർത്തനത്തിന്റെയും അകത്ത്, ഓരോ ജീവിയുടെയും ജീവന്റെയും പ്രവർത്തനത്തിനകത്ത് ഒരു സുഖം അന്വേഷിക്കുന്ന ഒരവസ്ഥയാണ്. സുഖാന്വേഷണം, കുശലം ചോദിക്കുന്ന ഒരവസ്ഥയല്ല ഞാൻ പറഞ്ഞത്. സുഖാന്വേഷണം എന്ന് വെച്ചാൽ സുഖം എവിടെയാണ്, സുഖം കണ്ടെത്താനുള്ള, സുഖം കിട്ടാനുള്ള വഴി എവിടെയാണ് എന്നുള്ളത്. മനുഷ്യൻ മാത്രമല്ല കേട്ടോ, എല്ലാ ജീവികളും ഈ സുഖം അന്വേഷിക്കുന്നു. സുഖത്തെ സൗകര്യം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക. സൗകര്യപ്രദമായ ഒരവസ്ഥയിൽ ഇപ്പൊ പട്ടി ഇവിടെ തിരിക്കാൻ പോകുന്ന സമയത്ത് 4 വട്ടം കറങ്ങിയിട്ടാണ് അവിടെ ഇരിക്കുക. അത് സിമന്റ് തറയിൽ ഇരിക്കുമ്പോഴും 4 വട്ടം കറങ്ങും. പക്ഷെ അത് പണ്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ പുല്ലിന്റെ മുകളിലോ വൈക്കോലിന്റെ മുകളിലോ ഒക്കെ കയറി ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആ പുല്ലും സംവിധാനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി സുഖിപ്പിച്ച് സൗകര്യപ്രദമാക്കി ഇരിക്കാൻ വേണ്ടിയാണ് ആ ഒരു കറക്കം നടത്തുന്നത്. ഇതുപോലെ എല്ലാ ജീവജാലങ്ങളും അവരുടെ സൗകര്യം അന്വേഷിക്കുന്നുണ്ട്. ആ സൗകര്യം എന്ന് പറയുമ്പോൾ ഇപ്പോ സൗകര്യമില്ലായ്ക ഉണ്ട്, സൗകര്യപ്രദമായ ഒരു അവസ്ഥയിലേക്ക് പോകണം. അപ്പോ അസൗകര്യത്തിൽ നിന്നും സൗകര്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത്. ബോധത്തിന്റെ പരിണാമം ഈ രൂപത്തിലാണ് സംഭവിക്കുന്നത് എന്നാണ് ഇക്കോജെനസിസ് പറയുന്നത്. അതിനെ ആധാരമാക്കിയിട്ട് നമ്മുടെ ജീവന്റെ, നമുക്കും പരിചയമുള്ള ഒരു ഏരിയയിൽ, ബോധത്തിന്റെ ഒരു ഏരിയ അല്ല, നമ്മൾ മനുഷ്യരായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നു എന്ന് മാത്രം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പദം ആ അസൗകര്യം എന്നുള്ളത്. അസൗകര്യത്തിൽ നിന്നും സൗകര്യത്തിലേക്കുള്ള യാത്രയാണ് ജീവിതം. ഇപ്പൊ ഒളിമ്പസ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ സുഖാന്വേഷണം ഉണ്ടല്ലോ, സൗകര്യം എവിടെയാണ്, സുഖം എവിടെയാണെന്നുള്ള അന്വേഷണം ഉണ്ടല്ലോ, അന്വേഷണമാണ് ജീവിതത്തിന്റെ ചലനശക്തി എന്ന് പറയുന്നത്. ശരീരത്തിന് സൗകര്യപ്രദമായ ഒരു അവസ്ഥയുള്ളത് കൊണ്ടാണ് ശരീരം ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഇതിൽ നിന്നും മെച്ചപ്പെട്ട സൗകര്യത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് ശരീരത്തിന്റെ ഒരു അന്വേഷണമാണ്. ഒരു ശരീരം
അതിന്റെ ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ നിലയിൽ തന്നെ അധിക നേരം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ നിൽക്കുമ്പോൾ ആഗ്രഹിക്കുന്നില്ല വെച്ചാൽ അതൊരു സിറ്റുവേഷനില്ല. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നു, ഇരുന്ന് കഴിയുമ്പോൾ ഏറ്റവും സുഖപ്രദമായുള്ള അവസ്ഥ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്നത്. പക്ഷെ ആ ഇരിപ്പിന്റെ സമയത്ത് എന്റെ ആ ചില ഭാഗങ്ങളെല്ലാം തന്നെ അമരുന്നു, അതിലൂടെയുള്ള പ്രവാഹങ്ങൾ തടസ്സപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ എനിക്ക് അവിടുത്തെ സുഖം നഷ്ടമാകുന്നു. അപ്പോൾ ഞാൻ അടുത്ത കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഇങ്ങനെ നീങ്ങുന്നു. അപ്പോ സമ്മർദ്ദം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തെ ഈ നമ്മൾ സുഖകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലെ സമ്മർദ്ദം കൂടുന്ന സമയത്ത് അത് ചിലപ്പോൾ സുഖത്തിന്റെ സമ്മർദ്ദം തന്നെയായിരിക്കാം. ശരീരം പുതിയൊരു നില തേടും. ഈ നമ്മൾ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഒക്കെ ഈ ശരീരം ഇങ്ങനെ സ്വയം ക്രമീകരിക്കുന്നുണ്ട്. സൗകര്യത്തിനായിട്ടുള്ള ഈ മാറ്റമാണ് ശരീരത്തിന്റെ സഹജമായ ബുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗാനിക് ആയിട്ടുള്ള ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അതിനെ നമ്മൾ പ്രജ്ഞ എന്നൊക്കെ വിളിക്കും. അപ്പൊ സൗകര്യത്തിൽ നിന്നും മെച്ചപ്പെട്ട സൗകര്യത്തിലേക്ക് ഒരു നിരന്തരമായ ക്രമമാറ്റം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ജീവൻ നിലനിൽക്കാൻ ഏറ്റവും ആവശ്യമാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗം തടസ്സമായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറി അടുത്ത പൊസിഷനിലേക്ക് പോകുന്നില്ലെങ്കിൽ ഈ തടസ്സം എന്ന് പറയുന്നത് കൂടി അവിടെ ബ്ലോക്കുകൾ ഉണ്ടാകും. അത് പുതിയ അസുഖങ്ങളിലേക്ക്, അസൗകര്യങ്ങളിലേക്ക്, പിന്നെ രോഗങ്ങളിലേക്ക്, അത് പിന്നെയും തുടർന്നാൽ അത് മരണത്തിലേക്ക് വരെ ചെന്നെത്തും. അല്ലെ, സെഡൻഡറി ആയിട്ടുള്ള ഒരു ജീവിതക്രമത്തിലൂടെ പോകുന്ന സെഡൻഡറി ആയിട്ടുള്ള ജീവിതക്രമത്തിലൂടെ പോകുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ അസുഖം വരുന്നതിന്റെ കാരണം എന്താ? അത് ക്രമമാറ്റത്തിന്റെ ഒരു പരാജയമാണ്. നമ്മൾ ക്രമം മാറുന്ന, നമ്മളിപ്പോ ഒരു അവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലേക്ക് മാറണം. ആ മാറ്റത്തിന്റെ പരാജയമാണ് അസുഖം എന്ന് പറയുന്നത്. ശരീരം എപ്പോഴും ഈ അവയവങ്ങളോടൊക്കെ തന്നെ ഈ ക്രമമാറ്റം ആവശ്യപ്പെടുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശരീരം എപ്പോഴും അവയവങ്ങളോട് ക്രമമാറ്റം ആവശ്യപ്പെടുന്നുണ്ട്. ഈ അവയവങ്ങൾ ആ മാറ്റത്തിന്, ക്രമമാറ്റത്തിന് തയ്യാറാകുമ്പോൾ, അതിനോട് പ്രതികരിക്കുമ്പോൾ ആരോഗ്യം നിലനിൽക്കും. ഇപ്പൊ നമുക്ക് സഹജമായി നമ്മുടെ ശരീരത്തിൽ തോന്നുന്ന ചോദനകളെല്ലാം തന്നെ ഈ ക്രമമാറ്റത്തെ ആവശ്യപ്പെടാനാണ്. ക്രമമാറ്റത്തിന് ആവശ്യപ്പെടുമ്പോൾ ആ ചോദനയ്ക്കനുസരിച്ച് നമ്മൾ അടുത്തൊരു കാര്യം ചെയ്യുന്നത്, ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് കരുതി ഞാൻ സ്ഥിതി മാറ്റുന്നു. അപ്പൊ അങ്ങനെ മാറി പോകുന്ന സമയത്താണ് ആരോഗ്യം നിലനിൽക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുന്ന സ്റ്റിയറിംഗിൽ പിടിച്ച് കുറച്ച് അങ്ങോട്ട് തിരിക്കും, കുറച്ച് ഇങ്ങോട്ട് തിരിക്കും. ഡ്രൈവിംഗ് അറിയാത്ത ഒരാളെ സംബന്ധിച്ചോളം ഈ സ്റ്റിയറിംഗിൽ പിടിച്ച് തിരിക്കുക എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷെ നിരന്തരം ഇതിനകത്ത് ഇങ്ങനെ അല്പം ക്രമം മാറ്റി ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കാര്യം. ഇത് മാറാതെ വരുന്ന സമയത്ത് ട്രെയിനിന്റെ ടയർ തിരിക്കാൻ പറ്റില്ലല്ലോ, ട്രെയിനിന്റെ വീലുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ലല്ലോ. അത് റോഡിലൂടെ വണ്ടിയാണെങ്കിൽ റോഡിന്റെ വളവിനനുസരിച്ച് തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മാറ്റം സാധ്യമാകാതെ വരുമ്പോൾ കൂട്ടിയിടി ഉണ്ടാവും, അസുഖമുണ്ടാവും. അപ്പോ വേണ്ടുന്ന വിധത്തിൽ ഇങ്ങനെ പൊരുത്തമായി പോകുവാനുള്ള ശേഷിയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോ ജീവിതം തന്നെ ക്രമം മാറ്റാനുള്ള കഴിവാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒളിമ്പസ് അതാണ് മുൻപോട്ട് വയ്ക്കുന്നത്. ഈ ധർമ്മം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്? നമുക്കൊരു നിയുക്ത പ്രവർത്തനമുണ്ട് അല്ലെ, നമ്മുടെ ശരീരത്തിന് ഒരു നിയുക്ത പ്രവർത്തനമുണ്ട്. ഇതിനു വേണ്ടിയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഓരോ അവയവത്തിനുമുണ്ട്, ഓരോ കോശത്തിനുമുണ്ട് നിയുക്ത പ്രവർത്തനമുണ്ട്. അതിനെയാണ് നമ്മൾ ധർമ്മം എന്ന് പറയാം. ഇപ്പൊ എന്റെ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കലാണ് എന്റെ കൈയുടെ ധർമ്മം. അപ്പോ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവയവത്തിന്റെ ധർമ്മം. ധർമ്മം എന്നത് നമ്മുടെ സ്വഭാവം എന്താണ്, സ്വഭാവത്തിനനുസരിച്ചുള്ള ഉത്തരവാദിത്തമാണ് നമുക്കറിയാം. അപ്പോ ഇവിടെ ആവശ്യം എന്നുള്ളത് വന്നു. ആവശ്യത്തിനനുസരിച്ച് ശരീരം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സമന്വയം എന്ന് പറയുന്നത്. എന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്, എന്റെ ആവശ്യം എന്താണ്, അതിനോട് പ്രതിനില കൊള്ളാൻ എന്റെ അവയവം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇതിന്റെ സമന്വയമാണ് നമ്മൾ ഈ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോ ആവശ്യം, അത് സുഖമാണ് ആവശ്യം, സൗകര്യമാണ് ആവശ്യം. ആവശ്യത്തിനനുസരിച്ച് താൻ സ്ഥിതി മാറ്റുന്നു. മാറ്റാൻ തയ്യാറാകുമ്പോൾ ആരോഗ്യം ഉണ്ടാവും. മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ, മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ, തയ്യാറാവുക വെച്ചാൽ മാനസികമായിട്ട് തയ്യാറായിട്ട് കാര്യമില്ല, ശാരീരികമായിട്ടുള്ള വഴക്കമൊക്കെ വേണം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആരോഗ്യം ഉണ്ടാവും. അത് മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാരോഗ്യം അല്ലെങ്കിൽ അസുഖം ഉണ്ടാവും.
അപ്പൊ ഇതിനു വേണ്ടിയുള്ള ഈ നമ്മുടെ നിയുക്തമായ ധർമ്മമുണ്ടല്ലോ, ആ ധർമ്മത്തിനെ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് സത്തയുടെ സാഫല്യം അല്ലെങ്കിൽ അക്കംപ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. ആ ധർമ്മമാറ്റം, ധർമ്മത്തിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് അസുഖം ഉണ്ടാവും, അസ്വസ്ഥതകൾ ഉണ്ടാവും. ഈ ഞാനിപ്പോ ഒരു ശരീരം അവയവം എന്നത് വെച്ചാണ് പറഞ്ഞത്. ഈ മറ്റേ ഒരു അവയവത്തിനൊരു ധർമ്മമുണ്ട്, മറ്റൊരു അവയവത്തിന് ധർമ്മമുണ്ട്. ഇങ്ങനെ കുറേയേറെ ധർമ്മങ്ങളുടെ ഒരു ശൃംഖലയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെ? ഒരു അവയവത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ആ ധർമ്മങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണെങ്കിൽ, ഈ ജീവിയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ അവയവങ്ങളുടെ ധർമ്മങ്ങളുടെ ഒരു ശൃംഖലയാണ്. അതാണ് എന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഈ മറ്റേ കോശങ്ങൾ കലകൾക്കായി പ്രവർത്തിക്കുന്നു, കലകൾ അവയവങ്ങൾക്കായി പ്രവർത്തിക്കുന്നു, അവയവങ്ങൾ ശരീരത്തിനായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ. ആ നെറ്റ്വർക്കിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ വലിയ ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓരോ സത്തയും ഒരു വലിയ സത്തയുടെ കോശമാണെന്ന് പറയാം. അതായത് നമ്മൾ ഒളിമ്പസിൽ കൂടുകളുടെ ഒരു ശൃംഖല എന്ന് പറയുന്നുണ്ടല്ലോ, ആ രീതിയിൽ ഈ എല്ലാ കൂടുകളും പരസ്പരം സഹവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും തമ്മിൽ കോറിലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യൻ ഒറ്റപ്പെട്ട സത്തയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോശം ഒറ്റപ്പെട്ട സത്തയാണോ? അല്ല, ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്. അപ്പോ മനുഷ്യൻ, മൃഗം, സസ്യം എല്ലാം ഈ സഹവർത്തിത്വത്തിൽ നിൽക്കുന്ന പലതരം കൂടുകളാണ്. എന്റെ സൗകര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി ടെൻഡ് ചെയ്യുന്ന സമയത്ത്, അതിനുവേണ്ടി പ്രേരിതമാകുന്ന സമയത്ത് അത് മറ്റുള്ളവരെ സ്വാധീനിക്കും. കാരണം എല്ലാം പരസ്പരം കൂടുകളായിട്ട് പിണഞ്ഞു നിൽക്കുന്നതാണ്. ഈ എന്റെ സൗകര്യത്തിന് വേണ്ടിയുള്ള എന്റെ യാത്രയാണ് എന്റെ ജീവിതം. പട്ടിയുടെ സൗകര്യത്തിന് വേണ്ടിയുള്ള പട്ടിയുടെ യാത്രയാണ് പട്ടിയുടെ ജീവിതം. ഇവ തമ്മിൽ സഹവർത്തിത്വം ഉണ്ടാകണം. ജീവിതം പരസ്പരം ക്രമീകരിക്കണം. ഈ സഹവർത്തിത്വം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രകൃതിയുടെ അടിസ്ഥാന നിയമം. ആ സഹവർത്തിത്വം ഉണ്ടാവുമ്പോൾ ഈ സത്തയുടെ ജീവനും മനുഷ്യന്റെ സൗകര്യവും പട്ടിയുടെ സൗകര്യവും ഒരുമിച്ച് സൗകര്യമാകുന്ന സമയത്താണ് പ്രകൃതിയുടെ സൗകര്യം ഉണ്ടാവുക. ഇപ്പൊ മനുഷ്യൻ പട്ടി എന്നുള്ള സഹകൂടുകളാണ്. പ്രകൃതി മനുഷ്യൻ എന്ന് പറയുന്നത് ഉപരിവ്യവസ്ഥയും അകംവ്യവസ്ഥയാണ്, കൂടുകളുടെ ശ്രേണീബന്ധമാണ്. അപ്പോ എന്റെ സൗകര്യമാണ് പ്രകൃതിയുടെ സൗകര്യം, പ്രകൃതിയുടെ സൗകര്യമാണ് എന്റെ സൗകര്യം. ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് മാറി നിന്നാലോ ഈ സൗകര്യം തെറ്റിപ്പോവും. ആ സൗകര്യം തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് വാസനകളും ശേഷികളും ഉള്ളത്. കൃത്യമായി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓരോ സത്തയ്ക്കും അതിൻ്റെതായ ശേഷികളുണ്ട്. ഓരോ സത്തയ്ക്കും അതിൻ്റെതായിട്ടുള്ള വാസനകളുണ്ട്. ഈ ശേഷികൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മുടെ സൗകര്യത്തെ നിലനിർത്താൻ വേണ്ടി മാത്രമല്ല. നമ്മളിവിടെ മുമ്പേ പറഞ്ഞത് എന്താണ്? എന്റെ സൗകര്യം പട്ടിയുടെ സൗകര്യവുമായി ചേരുന്നതാണ് പ്രകൃതിയുടെ സൗകര്യം. അതുകൊണ്ട് തന്നെ എന്റെ ശേഷികൾ ഉണ്ടായിട്ടുള്ളത്, എന്റെ വാസനകൾ ഉണ്ടായിട്ടുള്ളത് മറ്റുള്ളവരുടെ വാസനകളെ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടിയാണ്. കാരണം ഇത് തീരുമാനിക്കുന്നത് പ്രകൃതിയാണ്. പ്രകൃതിയാണ് ഈ ഒരു നിർദ്ധാരണം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവിടെ പ്രകൃതി എല്ലാം കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചത്. അനാവശ്യമായിട്ടുള്ള ഒരു സാധനം ഇതിനകത്തില്ല. അനാവശ്യമായിട്ടുള്ള ഒന്നിനെയും മനുഷ്യന്റെ തീഷ്ണയിലുണ്ടായ, മനുഷ്യന്റെ യുക്തിയിലുണ്ടായ ചില വസ്തുക്കളല്ല, അത് വേറൊന്നും ഇൻ പ്ലേസ് അല്ലാതെ ഇല്ല. എല്ലാം കറക്റ്റായിരുന്നു, അതാത് സ്ഥലങ്ങളിലുണ്ട്. ആ അതാത് സ്ഥലത്തിനനുസരിച്ച് അത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങൾ അതാത് ഇടത്ത് നിർവഹിക്കാനുണ്ട്. ആ ഇടത്ത് നിർവഹിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിനെ നിയോഗം എന്ന് പറയുന്നത്. അവിടെ നിർവഹിക്കാനുണ്ട്, അതുകൊണ്ടാണ് നിയോഗം എന്ന് പറയുന്നത്. ആ നിയോഗത്തിനനുസരിച്ച് ഒരു വാസനയുണ്ട്. ഈ വാസന എന്നുള്ളത് അപരന്റെ സൗകര്യത്തെ കൂടെ പരിഗണിക്കുന്നതാണ്. ആ വിധത്തിലാണ് പ്രകൃതിയുടെ ലീസ്റ്റ് എഫേർട്ട് എന്നുള്ള ആ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോ നമുക്കുള്ള ശേഷികൾ എന്ന് പറയുന്നത്, നമുക്കുള്ള വാസനകൾ എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മപൂർണത്തിന് വേണ്ടിയുള്ള ഉപകരണമാണെങ്കിൽ അത് നമ്മുടെ മാത്രം ധർമ്മപൂരണത്തിനല്ല, മറ്റുള്ളവയുടെയും കൂടെ ധർമ്മപൂരണത്തിനു വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ പർപ്പസ് നമ്മൾ പറഞ്ഞു, ഉദ്ദേശ്യം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. അപ്പോ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സത്തയും സുഖത്തിൽ നിന്നും കൂടുതൽ സുഖത്തിലേക്ക്, സൗകര്യത്തിൽ നിന്നും കൂടുതൽ സൗകര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്കറിയാം, അല്ലെ? നമ്മൾ ഈ പറഞ്ഞു വന്നതിൽ അതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ അവിടെ ഒരു സൗകര്യത്തിന്റെ അന്വേഷണമുണ്ട്, സുഖത്തിന്റെ അന്വേഷണമുണ്ട്.
പ്രകൃതിയുടെ ചലനാത്മകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സൗകര്യത്തിന്റെ അന്വേഷണമാണ്. അപ്പോ സുഖം, സൗകര്യം, ആനന്ദം എന്നുള്ളവയാണ് ഇതിനു വേണ്ടിയുള്ള പ്രേരണ. ഞാൻ എന്റെ ജീവിതത്തിൽ സുഖം കിട്ടുന്നുണ്ടോ, ഞാൻ സൗകര്യപ്രദമായിരിക്കുന്നുണ്ടോ, ഞാൻ ആനന്ദത്തിലായിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ ജീവിക്കാനുള്ള നമ്മുടെ പ്രേരണകൾ, അല്ലെ? നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ ഒരു അസ്വസ്ഥത മാറ്റാൻ വേണ്ടിയിട്ട്, സൗകര്യപ്രദമായ ഒരു അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷണം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ കഴിക്കാതിരിക്കാൻ തോന്നുന്നത് അവിടെ ആ സുഖം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ആ സൗകര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ വിധത്തിലുള്ള നിരന്തരമായ ജീവിത പ്രേരണകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നു. വിശപ്പുണ്ടാവുന്നതും മതി എന്ന് തോന്നുന്നതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. അവിടെ ഇതിന്റെ ഒരു പ്രവാഹമാണ് ഈ സൗകര്യത്തിന്റെ, സുഖത്തിന്റെ, ആനന്ദത്തിന്റെ പ്രേരണയാൽ ഒഴുകുന്ന ഒഴുക്കാണ്. അതായത് ജീവിതത്തിന്റെ സമന്വയവും സൗകര്യവും അന്വേഷിക്കുന്ന ഒരു പ്രവാഹമാണ് ജീവിതം എന്ന് പറയുന്നത്. നിരന്തരമായി നമ്മളെ മറ്റുള്ളവയുമായിട്ട് സമന്വയിക്കാൻ, മറ്റുള്ളവയെയും കൂടെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവാഹമാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോ പ്രകൃതിയുടെ ഉദ്ദേശം സുഖവും സൗകര്യവുമാണെന്നാണ് ഒളിമ്പസ് ഇത് വഴി മനസ്സിലാക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് ആ സുഖവും സൗകര്യവും നിലനിർത്താൻ വേണ്ടിയുള്ള പ്രവാഹമാണ് എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കുക, ജീവൻ എപ്പോഴും സൗകര്യത്തിൽ നിന്നും അസൗകര്യത്തിൽ നിന്നും സൗകര്യത്തിലേക്ക് ഒഴുകുന്നു. ധർമ്മം എന്ന് പറയുന്നത്, ഓരോ ജീവിയുടെയും ധർമ്മം എന്ന് പറയുന്നത് ഈ പ്രവാഹത്തെ സാധ്യമാക്കുന്നു. ഓരോ സത്തയും മറ്റുള്ളവരുടെ സുഖത്തിൽ പങ്കാളിയാണ്. എന്റെ സുഖം മാത്രമല്ല, മറ്റുള്ളവരുടെ സുഖം കൂടെ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ പ്രകൃതിയിലെ എല്ലാ പ്രവർത്തനത്തിന്റെയും പിന്നിൽ ഈ സൗകര്യത്തിന്റെ അന്വേഷണമുണ്ട്. അതെപ്പോഴും നിരന്തരമായ അന്വേഷണത്തിലാണ്. അതാണ് നമ്മുടെ ചലന പ്രേരണ എന്ന് പറയുന്നത്. അങ്ങനെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൂടുതൽ സമന്വയത്തിലാവുക, കൂടുതൽ സുഖത്തിലാവുക, സൗകര്യത്തിലാവുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനെയാണ് ആനന്ദം എന്ന് പറയുന്നത്, ആനന്ദത്തിലാവുക എന്ന് പറയുന്നത്. അപ്പോ ആനന്ദത്തിലായിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു പ്രവാഹമാണ്. അതിന് നമ്മുടെ ദൗത്യങ്ങളുണ്ട്. മറ്റുള്ളവയുടെ സൗഖ്യം കൂടെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ്. ഇവ അങ്ങനെ പരസ്പര പൂരിതമായിട്ടാണ് പ്രവർത്തിക്കുക. ആ പ്രവർത്തനത്തിൽ പങ്കാളിയായിരിക്കുമ്പോൾ സൗഖ്യം നമ്മുടെ നിരന്തര സഹയാത്രികരായിത്തീരും. ഇല്ലെങ്കിലോ നമ്മൾ ജീവിത ദുരിതങ്ങളിലേക്ക്, ദുഃഖത്തിലേക്ക്, അസുഖങ്ങളിലേക്ക്, ക്രമക്കേടുകളിലേക്ക്, ഒരുപക്ഷെ നമ്മുടെ നിരന്തരമായ അപജയത്തിലേക്ക് തന്നെ നീങ്ങിയേക്കാം. ഇനി നിങ്ങളെ നിരീക്ഷിക്കുക. നിങ്ങളുടെ ജീവിതം സൗകര്യത്തിൽ നിന്നും സൗകര്യത്തിലേക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ടോ? ആ മെച്ചപ്പെടുത്തൽ മറ്റൊരു ജീവിയുടെ സൗകര്യത്തെ ബാധിക്കാതിരിക്കുന്നുണ്ടോ? മറ്റുള്ളവയ്ക്കും കൂടെ കംഫർട്ടബിൾ ആക്കി തീർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒരു പദം നിങ്ങളെ സൗകര്യത്തിലാക്കുന്നുണ്ടോ? അത് മറ്റുള്ളവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. നമ്മൾ സൗകര്യത്തിലായിരിക്കണം, സുഖത്തിലായിരിക്കണം. അതോടൊപ്പം മറ്റുള്ളവരുടെ സുഖവും സൗകര്യവും അവിടെ ക്രമീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് നിയുക്തമായിട്ടുള്ള നിങ്ങളുടെ ധർമ്മം. അപ്പോ ജീവിതത്തിന്റെ ഉദ്ദേശം എന്നുള്ള സൗകര്യമാണ്. അത് നിങ്ങളിൽ മനസ്സിലാക്കേണ്ടത് ഈ വിധമാണ് എന്നത് ബോധ്യപ്പെടുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം ക്രമമായി നടക്കുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന നടക്കട്ടെ. അതുമായി അടുത്ത ഒരു വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും നാളെ പോകാം. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.